നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വിജ്ഞാന കേരളം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 2 പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് ഫീൽഡ് തസ്തികയിൽ 32 ഒഴിവുകളും പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് CRM തസ്തികയിൽ 19 ഒഴിവുകളുമാണ് ഉള്ളത്. യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ അറിയാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. 2026 ജനുവരി 1-ന് 35 വയസ്സ് കവിയരുത്. നിയമനം കേരളത്തിൽ ഉടനീളമായിരിക്കും. ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 15,000 രൂപ ശമ്പളവും 3,000 രൂപ യാത്രാ ഭത്തയും ലഭിക്കും. മികച്ച സംഘടനാപരമായ കഴിവുകൾ, കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള ശേഷി, ആശയവിനിമയം, മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിലുള്ള പ്രാവീണ്യം എന്നിവയാണ് അടിസ്ഥാനമായി വേണ്ട യോഗ്യതകൾ. സൂക്ഷ്മതയും സമ്മർദ്ദത്തിലും സമയപരിധിക്കുള്ളിലും പ്രവർത്തിക്കാനുള്ള കഴിവും അനിവാര്യമാണ്. പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് CRM തസ്തികയിൽ പ്രതിമാസം 15,000 രൂപയാണ് ശമ്പളം. വിജ്ഞാന കേരളം പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ സംസ്ഥാനതല ഉദ്യോഗസ്ഥർക്ക് പിന്തുണ നൽകുന്നതും പദ്ധതിയുടെ സംസ്ഥാനതലവും ഉപഭോക്തൃ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നതുമാണ് ഇവരുടെ പ്രധാന ചുമതലകൾ. ഫീൽഡ് അസിസ്റ്റന്റിന് ആവശ്യമായ അതേ കഴിവുകളും യോഗ്യതകളും CRM തസ്തികയിലേക്കും പരിഗണിക്കുന്നതാണ്. അസാപ്പ് കേരളയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവുകളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ്പ് കേരളയിൽ ഫണ്ടിംഗ് വിഭാഗത്തിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഇന്റേൺഷിപ്പിന് അവസരമുണ്ട്. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, NGO, CSR പ്രോജക്റ്റുകൾ എന്നിവയിൽ കുറഞ്ഞത് 6 മാസത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലും MS ഓഫീസ് കൈകാര്യം ചെയ്യാനുള്ള അറിവും ഉണ്ടായിരിക്കണം. എഴുത്തു പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. താൽപ്പര്യമുള്ളവർക്ക് ഔദ്യോഗിക ലിങ്ക് വഴി അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി ജനുവരി 15. സംസ്ഥാന സർക്കാരിലുള്ള താൽക്കാലിക ഒഴിവുകൾ ഇനി ഏതെല്ലാമാണെന്ന് നോക്കാം. സർവേ, മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ദേശീയ മണ്ണ് ഭൂപട നിർമ്മാണ പദ്ധതിയിൽ വിവിധ തസ്തികകളിലേക്ക് 1 വർഷത്തെ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രോജക്ട് കൺസൾട്ടന്റ് ഒഴികെയുള്ള തസ്തികകളിലെയും ഉയർന്ന പ്രായപരിധി 36 വയസ്സാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എഴുത്തുപരീക്ഷ, കമ്പ്യൂട്ടർ പ്രാവീണ്യ പരീക്ഷ, ഗ്രൂപ്പ് ചർച്ച, പ്രാവീണ്യ പരീക്ഷ അല്ലെങ്കിൽ വ്യക്തിഗത അഭിമുഖം എന്നിവയിൽ ഏതെങ്കിലുമോ ഇവയുടെ സംയോജിത രൂപമോ ഉൾപ്പെട്ടേക്കാം. സോയിൽ സർവേ ഓഫീസർ തസ്തികയിൽ 12 ഒഴിവുകളാണുള്ളത്. BSc അഗ്രികൾച്ചർ ബിരുദവും 6 മാസത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. പ്രതിമാസം 46,230 രൂപയാണ് ശമ്പളം. റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിൽ 12 ഒഴിവുകളും BSc അഗ്രികൾച്ചർ ബിരുദവും 6 മാസത്തെ ലാബ് പരിചയവും ആവശ്യമാണ്. ഇവർക്കും 46,230 രൂപ ശമ്പളം ലഭിക്കും. ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ ആകെ 26 ഒഴിവുകളാണുള്ളത്. VHSC അഗ്രികൾച്ചർ യോഗ്യതയുള്ളവർക്ക് 21,070 രൂപ ശമ്പളം ലഭിക്കും. ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 7 ഒഴിവുകളാണുള്ളത്. BSc ലൈഫ് സയൻസ് കെമിസ്ട്രിക്ക് മുൻഗണനയുണ്ട്. ബിരുദം വേണം. ഈ തസ്തികയിലും 21,070 രൂപ ശമ്പളമുണ്ട്. ലാസ്കർ തസ്തികയിൽ ആകെ 28 ഒഴിവുകളുണ്ട്. SSLC പാസ്സായവർക്ക് 19,310 രൂപയാണ് ശമ്പളം. ലാബ് അറ്റൻഡർ തസ്തികയിൽ 7 ഒഴിവുകളും SSLC പാസ്സായവർക്ക് 19,310 രൂപ ശമ്പളം ലഭിക്കും. GIS എക്സ്പെർട്ട് തസ്തികയിൽ 20 ഒഴിവുകളുണ്ട്. ജിയോ ഇൻഫർമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പ്രതിമാസം 32,550 രൂപയാണ് ശമ്പളം. പ്രോജക്ട് കൺസൾട്ടന്റ് തസ്തികയിൽ 2 ഒഴിവുകളാണുള്ളത്. മണ്ണ് സർവേയിൽ കുറഞ്ഞത് 15 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഇവർക്ക് 50,000 രൂപ ശമ്പളം ലഭിക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ 7 ഒഴിവുകളാണുള്ളത്. +2 പാസും DCAയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. പ്രതിമാസം 22,240 രൂപയാണ് ഈ തസ്തികയുടെ ശമ്പളം. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.